നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. അണികളുടെ വോട്ട് കിട്ടാൻ ഇതിനപ്പുറം എങ്ങനെയാണ് നന്നായി പ്രസംഗിക്കുക? പ്രസംഗം കലക്കി, അത്യുഗ്രൻ. സമുദായ സ്നേഹികളും രാഷ്ട്രീയ സ്നേഹികളും കടാക്ഷിച്ചു. അധികാരത്തിലെത്തി. പക്ഷേ പറഞ്ഞ വാക്കല്ലാതെ നമ്മൾ എന്തു മാറ്റും? അധികാരത്തിന്റെ സിംഹാസനം മുന്നിൽ തെളിഞ്ഞു നിന്നപ്പോൾ പറഞ്ഞ വാക്കിന് അപ്പരില്ലാതായി. അത് വെറും കവലപ്രസംഗമായി, ഉത്തരവാദിത്ത ബോധമില്ലാത്തവന്റെ പുലമ്പിൽ മാത്രമായി. പിന്നെ ആദ്യം ഒപ്പിട്ടവർക്കായി കുറ്റം. ആ ഒപ്പിനെ കുറ്റം പറഞ്ഞ് ആ ഒപ്പും ഒപ്പിട്ട പദ്ധതിയും അറബിക്കടലിലേക്കും ചവറ്റുകുട്ടയിലേക്കുമൊക്കെ വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ചു, ആർപ്പു വിളിച്ചു. അവസാനം അതേ ഇടത്തിന്റെ വഴിയിലേക്ക് തന്നെ കാലെടുത്തു വെച്ചു UDF. വോട്ട് ചെയ്തവനെ നെഞ്ചത്തൊരു വെട്ട്. അപ്പോഴും മൂഢന്മാരുടെ സ്വർഗത്തിൽപ്പെട്ടവർ ശരിവെച്ചു. പദ്ധതിയിൽ നിന്ന് തലയൂരാൻ കഴിയാഞ്ഞാണ് UDF ഗവൺമെന്റ് ഇത് പിന്തുടരുന്നതെന്ന്. എല്ലാം ഇടതുപക്ഷത്തിന്റെ പണിയാണ്, അവരാണ് ഈ ഊരാക്കുടുക്കിൽ പെടുത്തിയതെന്ന്. എന്നാൽ ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിന്റെ MP PV അബ്ദുൾ വഹാബിന്റെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി നൽകിയിരിക്കുന്നു. ഏതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിനും PM ശ്രീയിൽ നിന്ന് പിന്മാറുകയോ അതുമായി മുന്നോട്ട് പോവുകയോ ചെയ്യാമെന്ന്. PM ശ്രീ നടപ്പിലാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ മുടക്കമില്ലാതെ കിട്ടും. നടപ്പിലാക്കിയില്ലെങ്കിൽ ഫണ്ടുകൾ കിട്ടുകയില്ല, അത്രമാത്രം. അതല്ലാതെ PM ശ്രീ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് വലിയൊരു ഊരാക്കൊടുക്കൊന്നുമില്ല എന്ന് സാരം. RSS-നോടുള്ള ഒരു സോഫ്റ്റ് കോർണറായിരുന്നു മുമ്പ് റാവു ചെയ്ത് തെറ്റി. ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ ഒന്ന് മുഖം തിരിച്ചിരുന്നു. ബാബരി മസ്ജിദ് തകർന്നത് വീഡിയോയിൽ കണ്ട് രസിച്ചു നരസിംഹറാവു. അത്രയേ ചെയ്തുള്ളൂ. അതിന് ശേഷമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ ദുർബലമാവാൻ തുടങ്ങിയത്. ആ കോൺഗ്രസിന് ശക്തമായ ഒരു നേതാവിനെ VD സതീശനിലൂടെ കിട്ടിയെന്നാണ് കരുതിയത്. പക്ഷേ അത് കേരളത്തെ വീണ്ടും RSS വൽക്കരണത്തിലേക്ക് ചവിട്ടുവിടുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ നാം കാണുന്ന വസ്തുത. ഏത് ഗവൺമെന്റിനും PM ശ്രീ പദ്ധതി മരവിപ്പിച്ചു നിർത്താം എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടും ഇടതുപക്ഷം ഒപ്പിട്ടെന്ന സാങ്കേതികത്വം പറഞ്ഞ് അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുകയാണ് സതീശൻ ഗവൺമെന്റ്. ലീഗാണെങ്കിലോ KM ഷാജി പറഞ്ഞ ചവറ്റുകൊട്ട കാണാതെ നട്ടം തിരിയുകയുമാണ്.